Hi friends, welcome back to Reflectionz Car Care. This is Hanson Matthews. ഇന്ന് നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു ഫോർഡ് ECOSPORT Type 1 കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു സാധാ ഹാലജൻ ബൾബാണ്, H4 ഹാലജൻ ബൾബാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കൊരു 3-inch പ്രൊജക്ടർ, അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഡീമണൈസ്, ഒരു DRL, ഈ 3 കാര്യങ്ങളാണ് ഈ ഹെഡ്ലൈറ്റ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നിലവിലുള്ള പെർഫോമൻസ് എന്താണെന്നും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം എന്താണ് പെർഫോമൻസ് കിട്ടുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ECOSPORT Type 1 കാറ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഈ കാണുന്നത്. ഒരു നോർമൽ ഹെഡ്ലൈറ്റ്, ഹാലജൻ ബൾബൊക്കെ വരുന്ന ഒരു നോർമൽ ഹെഡ്ലൈറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു നോർമൽ ബൾബുമാണ് ഇതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം, നിലവിലുള്ള പെർഫോമൻസ് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ഹാലജൻ ബൾബിൻ്റെ ഒരു 3000 കെൽവിൻ ആയിരിക്കും ഇതിൻ്റെ ഒരു കളർ ടെമ്പറേച്ചർ വരുന്നത്. ഒരു യെല്ലോ ഷെയ്ഡുള്ള കളറാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ലോ ബീമും ഹൈ ബീമും നമുക്കിവിടെ കാണാം. ഇനി ആസ് യൂഷ്വൽ നമുക്ക് ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒരു ലെക്സ്മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 700 ലക്സസ് ആണ് ഇതിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ്. ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഹൈ ബീം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1100 ലക്സസ് ആണ് നമുക്കിതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ്. അപ്പോൾ ഇനിയാണ് നമുക്കിതിൻ്റെ അകത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇതിനെ തുറന്ന് അഴിച്ചെടുക്കാം. ഈ ഹെഡ്ലൈറ്റ് അഴിച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വർക്കുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒരു ടൈം ലാപ്സിൽ തന്നെ നമ്മളങ്ങ് ഓടിച്ച് തീർക്കുകയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളൊരു സെക്ഷനിലേക്ക് ഡയറക്റ്റ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലാണ് നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള നിലവിലുള്ള അപ്പിയറൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഒരു DRL ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3.0 ഇഞ്ച് BMW Type പ്രൊജക്ടറുമാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊജക്ടറിൻ്റെ അകത്ത് നമ്മളൊരു ഡീമണൈസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. RGB ഡീമണൈസ് ആണ്, നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അത് നമുക്കിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇതുപോലെ തന്നെ ഒരു റണ്ണിങ് ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ DRLും ഡീമണൈസും. അപ്പോൾ നമ്മൾ ആ പ്രൊജക്ടറിന് ചുറ്റും ഒരു ഏഞ്ചൽ ലൈസ് വരുന്നുണ്ട്. ആ ഒരു ഏഞ്ചൽ ലൈസ് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല. കാരണം ഇതെല്ലാം കൂടെ കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികേടാവും. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ലുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ഡീമണൈസ്, അതിൽ തന്നെ പല രീതിയിലുള്ള കളർ ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കും. ഒരു മൊബൈൽ ആപ്പ് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ പറയുന്ന കളർ ചേഞ്ചുകളെല്ലാം വരുത്തുന്നത്. നമുക്കിവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് രീതിയിലേക്കും നമുക്ക് അതിൻ്റെ കളർ നമുക്ക് മാറ്റാൻ സാധിക്കും. അതിൽ ഒരുപാട് പാറ്റേൺസും ഒരുപാട് സിസ്റ്റംസും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ട്രൈ കളർ ജമ്പ്, 4 കളർ ജമ്പ്, അങ്ങനെ കുറേ രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ആപ്പിൽ. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മ്യൂസിക് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടും ഇതിൻ്റെ കളർ ഇൻറ്റൻസിറ്റിയും വേരിയേഷൻസൊക്കെ ഒരു ഡാൻസിങ് ലൈറ്റിലേക്കൊക്കെ വരും. വലിയ എഫക്റ്റീവ് അല്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും ആപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് മാത്രമേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഒരു റെഡ് ഐസിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അത് മാത്രമാണ് നമ്മളിവിടെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഫാൻസി പർപ്പസ് മാത്രമാണ്, അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കത് ഒരു ഷോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മ്യൂസിക്കിൻ്റെ സിഗ്നൽ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വേരിയേഷൻ കാണുന്നത്. ഒരു ഡാൻസിങ് ലൈറ്റ് പോലെ വരുന്നുണ്ട്. ബ്ലാക്ക് വണ്ടികൾക്കും അതുപോലെ തന്നെ ഡാർക്ക് കളറുള്ള വണ്ടികൾക്കുമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡീമണൈസ് ഒരു മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ നോക്കാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ആണ്. കാരണം നമ്മളൊരു പ്രൊജക്ടർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കതിനെ തീർച്ചയായിട്ടും മെഷർ ചെയ്ത് തന്നെ നോക്കണം. ഇപ്പോൾ അത് ലൈറ്റ് ഇവിടെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഓണായി വരാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. കാരണം HID ബൾബുകൾക്ക് ഒരു 8 to 10 സെക്കൻഡ്സ് ഡിലേ അല്ലെങ്കിൽ വാർമിംഗ് അപ്പ് ടൈമാണ്. ആ ഒരു ടൈമിങ്ങിൻ്റെ ഉള്ളിലേക്കും ഈ പറയുന്ന കറക്റ്റ് ഒരു കളർ ടെമ്പറേച്ചറിലേക്ക് ആ ബൾബ് എത്തിച്ചേരും. കാരണം നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡുള്ള കളർ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു കംപ്ലീറ്റ് ഗ്ലോ അപ്പ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ വാമപ്പ് ആയി കഴിയുമ്പോൾ അതൊരു ചെറിയ യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ്. കാരണം ഒരു കസ്റ്റമറുടെ താല്പര്യം അത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ലോ ബീമിൽ കിട്ടുന്നത് ഒരു 3200 ലക്സസ് ആണ്. ആദ്യമേ ഉണ്ടായിരുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് 720 ലക്സസ് ആണ്. അല്ലെങ്കിൽ ഒരു 700 ലക്സസ് ഉണ്ടായിരുന്നത് 3000 ലക്സസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹൈ ബീമിൽ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 3300 ലക്സസ് ആണ്. ആദ്യം ഉണ്ടായിരുന്നത് ഒരു 1100 ലക്സസ് ആയിരുന്നു. വാഹനത്തിൻ്റെ ഡീമണൈസ് നൈറ്റ് ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം.
I think the girls with their nails done now. Girls with their nails done. I think the girls with their nails done. അപ്പോൾ ഇനി നമ്മളുടെ ഈ വീഡിയോയുടെ ലാസ്റ്റും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. കാരണം നൈറ്റ് ഡ്രൈവ്. കാരണം നമ്മൾ ഈ ലൈറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ രാത്രി വാഹനം ഭംഗിയായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഫാൻസി വർക്കുകളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഭംഗിയായിട്ട് റോഡ് കാണുക. ഇതാണ് നമ്മളുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിവിടെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുൻപേ പോകുന്ന വാഹനത്തിന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വിൻഷീറ്റിലേക്കോ അല്ലെങ്കിൽ സൈഡ് വ്യൂ മിറേഴ്സിലേക്കോ നമ്മുടെ വെളിച്ചം പോകുന്നില്ല. കട്ട് ഓഫ് അതിന് താഴെ വളരെ ഭംഗിയായിട്ട് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു വാഹനത്തിൽ കറക്റ്റായിട്ടുള്ള ഹൈറ്റും. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡിലാണെന്നുണ്ടെങ്കിലും ഉള്ള ആ ലൈറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് വളരെ വ്യക്തമായിട്ട് റോഡ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലേക്കുള്ള ഒരു സ്പ്രെഡ്, പ്രൊജക്ടർ ലൈറ്റുകൾക്കുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വൈഡ് സ്പ്രെഡ്. റോഡിൻ്റെ രണ്ട് വശങ്ങളിലേക്കും വളരെ ഭംഗിയായിട്ട് ലൈറ്റ് സ്പ്രെഡ് പോകുന്നത് നമുക്ക് കാണാം. വളരെ ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം വശങ്ങളിലും. അതുപോലെ തന്നെ സെൻറ്ററിലാണെങ്കിലും നല്ല ഇൻറ്റൻസിറ്റിയിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ എപ്പോഴും സെൻറ്ററിലായിരിക്കും. വശങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറഞ്ഞു വരും. എങ്കിൽ പോലും നമുക്ക് രണ്ട് സൈഡുകളിലേക്കും ഭംഗിയായിട്ട് റോഡ് കാണാനും ഭംഗിയായിട്ട് തന്നെ വാഹനം ഓടിച്ചു പോകാനും സാധിക്കുന്നുണ്ട്. ലോ ബീമിലുള്ള പെർഫോമൻസ് പോലെ തന്നെ ഹൈ ബീമിലും വളരെ ഭംഗിയായിട്ട് നല്ല ത്രോയിൽ നല്ല ഡിസ്റ്റൻസിൽ നമുക്ക് വെളിച്ചം കാണാനായിട്ട് സാധിക്കും. ഒരു ഫ്രീ ഫ്ലോ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാം. കാരണം വാഹനങ്ങളുള്ളത് കാരണം നമ്മളെപ്പോഴും ലോ ബീമിലാണ് കൂടുതലും പോകുന്നത്. ഈ ഒരു വാഹനത്തിനെ ഫോളോ ചെയ്യുമ്പോഴെപ്പോഴും നമ്മൾ ലോ ബീമിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. എങ്കിൽ പോലും നമ്മുടെ ഹൈ ബീം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു പാസേജിലൂടെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഒരു കമ്പാരിസൺ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ റോഡ് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബൾബിൻ്റെ കളർ ടെമ്പറേച്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 4300 അതുപോലെ തന്നെ 5500 രണ്ട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ തന്നെ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതൽ നമുക്കൊരു റെയിനി സീസണിൽ അല്ലെങ്കിൽ നമ്മൾ ഫോഗിലൊക്കെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിസിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 4200 റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അത് തന്നെയാണ്. കാരണം കൂടുതലും ഫോഗൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു 4300 കളർ ടെമ്പറേച്ചറാണ് പ്രിഫർ ചെയ്തത്. അതാണ് നമ്മളിവിടെ ഈ ഒരു ബൾബ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 5500 പോകുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു വൈറ്റിനോട് അടുത്തുള്ളൊരു കളറാണ്. എങ്കിലും കുറച്ച് വാമായിരിക്കും. പക്ഷേ വൈറ്റ്നസ് എന്തോരം കൂടുന്നോ അതനുസരിച്ചിട്ട് കാണാനുള്ള ഭംഗി, വാഹനം ഓടി വരുമ്പോൾ കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ലൈറ്റ് കാണാനായിട്ട് ഭംഗിയുണ്ടാവും. പക്ഷേ നമ്മളൊരു മഴയിൽ അല്ലെങ്കിൽ മഞ്ഞിലൊക്കെ പോകുന്ന സമയത്ത്, ഫോഗിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ന്യൂ ജനറേഷൻ വാഹനങ്ങളുടെ എല്ലാം വൈറ്റ് ലൈറ്റാണ് വരുന്നത്. ഈ വൈറ്റ് ലൈറ്റ് നമുക്ക് വിസിബിലിറ്റി കുറവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഹൈ റേഞ്ചുകളിലൊക്കെ പോകുന്ന വാഹനങ്ങളിൽ ഇപ്പോൾ അത്രയും കാണാറില്ല. പണ്ടുള്ള വാഹനങ്ങളിലെല്ലാം ഒരു യെല്ലോ ഫോഗ് ലാമ്പ് വെക്കാറുണ്ട്. ആ ഒരു ഫോഗ് ലാമ്പ് വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ ഈ വാഹനങ്ങളെല്ലാം ഡ്രൈവ് ചെയ്ത് പോയിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്. എല്ലായിടത്തും വൈറ്റ് ലൈറ്റ് എന്നുള്ള ഒരു കൺസേൺ ആണ് എല്ലാവർക്കും. ഇത് ഈവൻ ഫോഗ് ലാമ്പിൽ പോലും ഒരു സ്റ്റോക്ക് വാഹനങ്ങൾ ഇറങ്ങുന്നത് തന്നെ, കമ്പനി ഇറങ്ങുന്നത് തന്നെ വൈറ്റ് ലൈറ്റായിട്ടാണ്. എന്തിനാണ് അതിന് ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത് തന്നെ മറന്നുപോയ രീതിയിലാണ് ഈ വാഹനങ്ങളിൽ ഇപ്പോൾ ലൈറ്റ് കൊടുക്കുന്നത്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വർക്കുകൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് നമ്പറും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.
girls with their nails done now.